ചെമ്പട ഇത് ചെമ്പട എന്നും പറഞ്ഞ് ചെമ്പും പൊക്കി പിടിച്ച് ടീച്ചറിന് വോട്ട് പിടിക്കാൻ പോയിട്ട് ഒടുവിൽ ചെമ്പിനകത്ത് കയറി ഒളിക്കേണ്ട അവസ്ഥയല്ലായിരുന്നോ പാവം നമ്മുടെ പിള്ളേർക്ക് ഇത്തവണ ഇലക്ഷൻ സമ്മാനിച്ചത്. വടകരയിലെ ഷാഫിയിലൂടെ ടീച്ചറിന് ചെമ്പ് പാരയായി മാറിയെങ്കിൽ തൃശ്ശൂരുകാർക്ക് ചെമ്പ് ഗോപി തങ്കം ഗോപിയായി മാറുകയല്ലായിരുന്നോ നടന്നത്. മറ്റ് സ്ഥാനാർത്ഥികളെ എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ തൃശ്ശൂർ എനിക്ക് വേണമെന്ന വാക്ക് മുതൽ ആദ്യം മുതൽ തന്നെ വിവാദങ്ങളും ട്രോളുകളും ഒക്കെയായി ഒന്നുകൂടെ പ്രസിദ്ധമായി മാറുകയായിരുന്നു സുരേഷ് ഗോപി. മാതാവിന്റെ തലയിൽ വെച്ച കിരീടം താഴെ വീണത് മണിപ്പൂരിന്റെ ശാപം മൂലമാണെന്ന് പറഞ്ഞുണ്ടാക്കി. മാധ്യമപ്രവർത്തകരുടെ തോളിലെ കരസ്പർശം വഷളത്തരമാക്കി കേസ് കൊടുപ്പിച്ചു. ഒറ്റമുണ്ടും ധൈര്യം ധരിച്ച് അമ്പലത്തിൽ പോയപ്പോൾ വർഗീയവാദിയാക്കി. നോമ്പുകാലത്ത് പള്ളിയിൽ പോയി കഞ്ഞി ഒടിച്ചപ്പോൾ അഭിനയമാക്കി. നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്ത ഷോമോനാക്കി. ഗുരുവായൂർ മകളുടെ കല്യാണം നടത്തിയപ്പോൾ മറ്റു പെൺകുട്ടികളുടെ കല്യാണം മുടക്കി എന്ന് ആക്ഷേപിച്ചു. പിന്നെ മകൾക്ക് നൽകിയ സ്വർണത്തിന്റെ പേരിലും വിവാദങ്ങൾ സൃഷ്ടിച്ചു. അവിടെ എത്തിയ മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ച് വരെ വിവാദങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. ആക്രോശിച്ചും ആക്ഷേപിച്ചും ആനന്ദം കണ്ടെത്തിയ ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെയെന്ന് മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല. വാത്സല്യമല്ല വഷളത്തരമായിരുന്നു സുരേഷ് ഗോപിയുടെ ശരീരഭാഷയിൽ എന്ന് പറഞ്ഞ റഹീമിനെയോ ഇപ്പൊ കാണാനില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, കനൽത്തരിയുടെ വീര്യം ആഘോഷിക്കണ്ടേ? അതിന്റെ തിരക്കിലായിരിക്കും ചിലപ്പോൾ സഖാക്കന്മാരല്ല. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റു ചില ക്യാപ്സ്യൂളുകൾ കണ്ടു. ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾ 100% നിലനിർത്തി. ഒരെണ്ണം നഷ്ടപ്പെടുത്തിയത് കോൺഗ്രസ് ആണ്. താമര വിരിയാൻ അതുകൊണ്ടാണ് കാരണമായതും ആ സീറ്റ് നഷ്ടമാക്കിയതും അവരാണത്രേ. മനസ്സിലായില്ലേ? ആലപ്പുഴയിൽ പോയാലും ആലത്തൂരിൽ കിട്ടിയല്ലോ എന്ന്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞു നടന്നിട്ട് അവസാനം ഇപ്പോൾ ഞങ്ങളുടെ ഒന്ന് ഇപ്പോഴും അവിടെ ഉണ്ടത്രേ. എങ്ങനെ ഇരിക്കുന്നു ന്യായീകരണം? ആലപ്പുഴയിലെ കാര്യം പറഞ്ഞപ്പോഴാ ഇലക്ഷൻ സമയത്ത് സ്ത്രീകളോടൊപ്പം നിന്ന് തിരുവാതിരയ്ക്ക് സ്റ്റെപ്പിടുന്ന മുകേഷിന്റെ വീഡിയോ വൈറലായിരുന്നു. എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് അന്ന് മിസ്സായി പോയ നമ്മുടെ ആരിഫിന്റെ ഒരു വീഡിയോ ആണ്. പെട്ടി പെട്ടി ബാലറ്റ് പൊട്ടി, പെട്ടി തുറന്നപ്പോ ആരിഫ് പൊട്ടി. എന്തായാലും ട്രോളിന് കണ്ടന്റിന് ഒരു ക്ഷാമവും ഇല്ല. തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ മുതലുള്ള ആരിഫിന്റെ ഭക്തിയും വളരെ പ്രസിദ്ധമായിരുന്നു. പിന്നെ കൊല്ലത്തുള്ള സുരേഷ് ഗോപി തൃശ്ശൂരിലുള്ള മാതാവിന്റെ തലയിൽ കിരീടം വെച്ചപ്പോൾ മാതാവ് തല കുലുക്കി എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞുള്ള ഗണേഷിന്റെ ട്രോളും ഇപ്പോൾ തിരിച്ചുള്ള ട്രോളുകൾക്ക് പാത്രമാകുന്നുണ്ട്. ഇതെല്ലാം പോരാഞ്ഞിട്ട് തോൽവിയെ മറികടക്കാനായിട്ട് നമ്മുടെ സഖാക്കന്മാരുടെ വക പുതിയൊരു വാക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണയായി പുതിയ വാക്കുകൾ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ശശി തരൂരാണ്. എങ്കിലും ഇത്തവണ അത് ഗോവിന്ദൻ സഖാവിന്റെ വകയായിരുന്നു. എന്തായിരുന്നു എന്നല്ലേ? ആറ്റിങ്ങലിൽ ജോയ്ക്ക് ജയിച്ച തോൽവിയായിരുന്നത്രേ. എന്തോന്ന് വാക്കട ഇത്, ജയിച്ച തോൽവിയോ എന്ന് ട്രോളന്മാര്. ഈ തോൽവി വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന ഐസക്കിന്റെ പോസ്റ്റിന് അതെ അത് സത്യമാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചത് 0 എന്നും ഇപ്പോൾ ഒന്നെങ്കിലും കിട്ടിയല്ലോ എന്നാണ് ട്രോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ നേതാക്കൾ ഉള്ളിടത്തോളം കാലം പരിപ്പുവടയും ചായയൊക്കെ കുടിച്ചിരുന്ന് ജയിച്ച തോൽവികളെയും തോറ്റ പ്രതിഭകളെയും കാണാം, കണ്ടുമുട്ടാം.